ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ പ്രയോജനമുള്ള ഈ ഫ്രൈഡ് റൈസിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നത്. തീർച്ചയായും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഞാനിവിടെ വാങ്ങിച്ചപ്പം 2 കിലോ ചിക്കനും 1 കിലോ ബോൺലെസ്സുമാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ബോൺലെസ് കണ്ടിക്കാതെ പീസാക്കാതെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഈ ബോൺലെസ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കട്ടെ. ഇപ്പം ഞാൻ ഇവിടെ ഒരു 3-4 ഗസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു ഫ്രൈഡ് റൈസിന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു കറിയായത്. പീസ് അങ്ങ് ഒത്തിരി വലുതാക്കാതെ ഇച്ചിരി ചെറുതായിട്ട് കണ്ടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഫാറ്റ് പോലൊക്കെ ഒരു വെളുത്ത സാധനമൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഞാനൊന്ന് കണ്ടിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചെറിയ പീസാക്കട്ടെ. ബാക്കിയുള്ള പീസുകൾ അവിടുന്ന് തന്നെ നമ്മൾ പീസാക്കിക്കൊണ്ടാണ് വന്നത്. ഇതൊക്കെ പീസാക്കിയതിന് ശേഷം ആദ്യം കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിനുശേഷം നന്നായി കഴുകി വാരി വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഉപ്പോടെ ചേർത്തൊന്ന് മസാല ചേർത്ത് വെക്കണം. ഞാനിവിടെ ഒരു 2 കൈപ്പിടി അണ്ടിപ്പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി നേരം ഒന്ന് കുതിർത്ത് വെക്കട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി ആ വീഡിയോ എത്ര ഉള്ളിയൊക്കെ എടുത്തെന്നുള്ള ആ അളവിലുള്ള 1-2 ക്ലിപ്പ് ഞാൻ എനിക്ക് സ്പേസ് പോയി എൻ്റെ ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്പേസ് കുറച്ച് വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത സമയത്ത് പെട്ടെന്ന് അതുകൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ എടുത്ത സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അളവ് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1.25 കിലോ സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഇതെല്ലാം അരിഞ്ഞ് കറിവേപ്പിലയും എല്ലാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പിട്ടിട്ട് അന്നേരം സവാള ഒരു ഇച്ചിരി ഒന്ന് കളർ മാറി തുടങ്ങിയുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 3 ടൊമാറ്റോയുടെ ചേർത്ത് പിന്നീട് മസാലപ്പൊടികൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായി മസാലയെല്ലാം മൂത്ത് നല്ലൊരു കളറാവുന്നിടം വരെ അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി ഇച്ചിരി നേരം ഈ മസാല മൂപ്പിക്കുന്നുണ്ട്. ചെറിയ തീയിൽ ഞാനൊന്ന് അടച്ചിടുകയൊക്കെ ചെയ്ത് അപ്പോൾ മസാല എല്ലാം മൂത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചെറിയ തീയിൽ കിടക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അഥവാ വെള്ളം ഇറങ്ങുന്നില്ല എങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക, മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ. പിന്നീട് ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങും. കാരണം ഇതങ്ങ് ഒത്തിരി അങ്ങ് ഗ്രേവി മീൻസ് വെള്ളം പോലുള്ള കറിയല്ല, ഇച്ചിരി തിക്കായിട്ടിരിക്കുന്ന ഗ്രേവി വേണം. അതുകൊണ്ട് ആദ്യം വെള്ളം ഇറങ്ങുന്നില്ല എങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നമ്മൾ ചെറിയ തീയിലിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ ആ മസാല കരിയത്തേ ഉള്ളൂ, ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരത്തില്ല. ഞാനത് ഇച്ചിരി നേരം ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടിയിൽ നിന്നൊക്കെ ഒരു സ്വല്പം ചെറുതായിട്ട് വെള്ളം വിട്ട് വരുന്നുണ്ട്. ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് സവാള എടുത്ത് ഞാനൊന്ന് മിക്സിയിലൊന്ന് കുറച്ച് അരച്ചായിരുന്നു, അതുകൂടെ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒരു സ്വല്പം വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം പച്ചവെള്ളം ഒഴിക്കാതെ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കണേ. ഞാൻ വെള്ളം ഒത്തിരി ഒന്നും ഒഴിച്ചില്ല, ആ ജാറിലെ മസാലയൊക്കെ ഒന്ന് വരാൻ വേണ്ടി മാത്രം കുറച്ചേ ഒഴിച്ചുള്ളൂ. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഒരു ഇച്ചിരി കൂടെ ഉപ്പ് ഇടാം. നമ്മൾ ഉപ്പൊന്നും അങ്ങനെ ഞാൻ ഉള്ളിക്കകത്തും മാരിനേറ്റ് ചെയ്യാൻ നേരം ഒരു ഇച്ചിരി ഉപ്പേ ചേർത്തുള്ളൂ, പിന്നീട് ഉപ്പ് ചേർത്തില്ല. ഇപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വരും, ഇത്രയും ഉള്ളി ചേർത്താൽ മധുരം കാണത്തില്ലേന്ന്. ഇല്ല, ഒട്ടും മധുരം ഇല്ലായിരുന്നു. 1-2 എണ്ണം കൂടെ വേണമെങ്കിൽ ചേർക്കാം. കാരണം ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു തിക്നെസ് നന്നായി വഴന്ന് വരുമ്പം ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ്ട് നമ്മൾ വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചില്ല. അതാണ്ട് ചിക്കനിൽ നിന്ന് ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ചിക്കനൊന്നും വെന്തിട്ടില്ല. അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടന്ന് അത് വേവട്ടെ. അപ്പോൾ നമ്മളിത് വെന്തോന്ന് നോക്കണമെങ്കിൽ ഈ എല്ലുള്ള ഒരു പീസ് എടുത്ത് നോക്കണേ. അപ്പോൾ എല്ലിൽ നിന്ന് മാംസം വിട്ട് നന്നായി വരുന്നുണ്ടെങ്കിൽ അത് വെന്ത്, അല്ലാതെ പീസ് ഈ ബോൺലെസ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം ചിക്കനൊക്കെ ഞാൻ നോക്കിയുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലേ, അതുകൂടെ അരച്ച് ഇതിലേക്കൊന്ന് ചേർക്കാം. അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെക്കുമ്പോൾ കുറേയും കൂടെ നന്നായിട്ട് നമുക്ക് പേസ്റ്റൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ഒരു 2 കൈപ്പിടി അണ്ടിപ്പരിപ്പുണ്ട്, അതുകൂടെ അത് ഇട്ടിട്ട് ഇനി അധികം തിളയ്ക്കൊന്നും വേണ്ട, നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നോക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് കിട്ടും.
അണ്ടിപ്പരിപ്പും ചേർത്ത് ഞാൻ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുമിളകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ തീ അങ്ങ് ഓഫ്. ഇപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കിന് ഈ ചട്ടിയുടെ ചൂടിലൊക്കെ ഇതിരുന്ന് കുറേയും കൂടെ അങ്ങ് തിക്കായിട്ട് വരും. നല്ലൊരു കുറുകിയ പരുവാവും. അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കാവേ. കാരണം ചിലർക്ക് ഒത്തിരി ഗ്രേവി വേണം, ചിലർക്ക് ഗ്രേവി ഈ കറിക്ക് അത്ര ഗ്രേവി ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ ആയി. അതുകൊണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ആ ചിക്കനിലൊക്കെ പിടിച്ച് നല്ല തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഫ്രൈഡ് റൈസിനും ഗീ റൈസിനൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പിയായത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.